ഗായ്സ്, എല്ലാവർക്കും സുഖമില്ല, എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ, ഹെൽത്തൊക്കെ നോക്കുക. അപ്പോൾ മൈ ഫേസ്റ്റ് പ്രൊഡക്റ്റ് വ്ളോഗാണ് ഞാനിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് പ്രൊഡക്റ്റ് വ്ളോഗ് ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ച് വിടുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഷിബിലില്ല. അപ്പോൾ അടുത്ത വീഡിയോട്ട് ഷിബിൽ എഴുതുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു ഫസ്റ്റത്തെ ഒരു ലോങ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നമുക്കിന്ന് പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ബെഡൊക്കെ ഒന്ന് വൃത്തിക്ക് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് അടുക്കളയിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു രണ്ടാമത്തെ പരിപാടി. അതിനുശേഷം വാഷിംഗ് മെഷീനിൽ കുറച്ച് അഴുക്ക് തുണികളുണ്ടായിരുന്നു, ഇട്ടെടുത്തു. വാഷിംഗ് മെഷീൻ ഇപ്പം തന്നെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി തുണികൾ എടുത്തിട്ട് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ റൂം, അതുപോലെ തന്നെ ഹാള്, കാര്യങ്ങളെല്ലാം അവിടെയും നല്ല വൃത്തിക്കൊന്ന് അടിച്ചാരി കൊടുത്തു. പിന്നെ ഞാനന്ന് പ്രകൃതി നോക്കുന്ന സമയത്ത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. കാര്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, അടിപൊളി ക്ലൈമറ്റ്, നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ച് തുണികൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, എൻ്റെ യൂണിഫോം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ യൂണിഫോം ഓരോന്നായിട്ട് ഇങ്ങനെ തിരുമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ കുറച്ച് വൈറ്റമിൻ ഡി ഒക്കെ കൊണ്ടിട്ട് വന്നു. എപ്പോഴും എനിക്ക് എൻ്റെ ഉമ്മയാണ് ഒരു യൂണിഫോം തിരുമ്പി തരാറുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ തിരുമ്പാമെന്ന് വിചാരിച്ചു. ഇടയ്ക്ക് വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു, പക്ഷേ വാഷിംഗ് മെഷീനിൽ ഇപ്പോൾ സ്ഥലം തീർന്നു, ഫുള്ളായിട്ടുണ്ട് വാഷിംഗ് മെഷീൻ. അപ്പോൾ ഞാൻ കരുതി കുറച്ച് തുണികളിലുള്ളത് നമുക്ക് തിരുമ്പാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തിരുമ്പാം കേട്ടോ. എല്ലാ തിരുമ്പലും കഴിഞ്ഞിട്ടായിരുന്നു. ഇതെനിക്കിപ്പോൾ ഒന്ന് കുറച്ച് വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് കുറച്ച് എനർജി ചെയ്യുന്ന യൂണിഫോം തിരുമ്പാൻ എന്നുള്ളൊരിത് കൊണ്ട്. തിങ്കളാഴ്ച സ്കൂളുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ എപ്പോഴും ഞാൻ മറക്കാറുണ്ട് യൂണിഫോം തിരുമ്പാൻ എപ്പോഴും മറക്കും. അപ്പോൾ എന്തായാലും ഇന്ന് മറക്കരുത്, കൈയോടെ തിരുമ്പി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് തിരുമ്മണത്. സത്യം പറഞ്ഞാൽ എപ്പോഴും ഞാൻ യൂണിഫോം തിരുമ്പും കുറച്ച് സമയം എടുക്കും. പക്ഷേ ഈ വീഡിയോയിൽ എന്തോ ഞാൻ പെട്ടെന്ന് തീർത്തു. പിന്നെ അടുത്തത് യൂണിഫോം നല്ല പിഴിഞ്ഞ് സെറ്റ് ചെയ്തെടുത്തു. ഒരു വെള്ളത്തിൽ മാറ്റി വേറെ വെള്ളത്തിലോട്ട് സെറ്റാക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ യൂണിഫോം ഒന്ന് ഉണക്കണമായിരുന്നു കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് പെട്ടെന്ന് യൂണിഫോം ഉണങ്ങി കിട്ടും. അതുകൊണ്ട് ഷർട്ടും പാൻറ്റും കോട്ടും എല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുത്തു. ഷോളൊക്കെ ഞാൻ വരട്ടെ വെച്ച് കൊടുത്തു. എപ്പോഴും കഴിഞ്ഞോട്ട് യൂണിഫോം തിരുമ്പിയിട്ട് ഉണക്കുന്ന സമയത്ത് വീട്ടിൻ്റെ ഉള്ളിലിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് യൂണിഫോം അധികം ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോം അയൺ ചെയ്തിട്ടായിരുന്നു ഞാൻ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ കരുതി ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് പുറത്ത് ഉണക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കതവൊക്കെ അടച്ച് അടുത്ത ടൈം ആകുമ്പോൾ ഫേസ് വാഷ് ചെയ്യുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ ഞാനെന്ത് കയ്യിൽ കുറച്ച് ഫേസ് വാഷ് ആക്കി കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഫേസിൽ മസാജ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ക്ലെൻസ് ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 10-15 മിനിറ്റ് വെച്ച ശേഷം വാഷ് ചെയ്തിട്ട് ഒരു ക്ലോത്ത് ഉപയോഗിച്ച് നന്നായി തുടച്ചു കൊടുത്തു. എല്ലാം ഫേസിൻ്റെ വാട്ടറൊക്കെ അങ്ങനെ അബ്സോർവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിസിനസ് സ്റ്റഡീസിലെ സെക്കൻഡ് ചാപ്റ്ററും ഫസ്റ്റ് ചാപ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ചാപ്റ്റർ ബിസിനസ് ട്രേഡ് കൊമേഴ്സും, സെക്കൻഡ് ചാപ്റ്റർ വന്നിട്ടുണ്ടെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ, 2 ചാപ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ കുറച്ച് പേജസേ അതിൽ പ്രിൻ്റഡ് ഉള്ളൂ. പക്ഷെ ഞാൻ മടി കാരണം എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഇന്ന് ഡേ ഫുള്ളും നോട്ട്സിൻ്റെ ഒരു ഡേ ആയിരുന്നു. ഫുള്ള് നോട്ട്സ് എത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് പഠിക്കാനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ലാപ്പിൽ കണക്ട് ആക്കിയിട്ട് കുറച്ച് നോട്ട്സൊക്കെ ഞാൻ പോയിൻ്റ് വൈസ് എഴുതുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തീരുണ്ടായിരുന്നില്ല, ഒരു പേജിന് അത്യാവശ്യത്തോളം എഴുതാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോട്ട്സ് ചെയ്യുന്നതിനിടയിൽ കൂടെ നല്ല വിഷയം. അപ്പോൾ ഞാൻ ലഞ്ച് കഴിക്കാൻ വിചാരിച്ചു. ചോറ്, അതുപോലെ തന്നെ രസം, മീൻ വറുത്തത്, അച്ചാർ, അതുപോലെ തന്നെ ഇഞ്ചിപ്പുളിയൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചത്. അന്നത്തെ ഫുഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നോട്ട്സ് ചെയ്തിട്ട് ഭയങ്കര ടയർഡ് ആയിരിക്കുന്ന സമയത്ത് ഫുഡ് കഴിച്ചപ്പോൾ എന്തോ ഒരു ഹെൽത്തി ആൻഡ് ഒരു എനർജിയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുഡൊക്കെ ഞാൻ ആസ്വദിച്ചാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഫുഡ് എന്തോ ഒരു ഗംഭീരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കപ്പപ്പുഴുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കപ്പ പുഴുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനന്ന് കപ്പ പുഴുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ കപ്പയുടെ തൊലിയൊക്കെ ചെത്തി കൊടുത്ത്, തൊലി നല്ല കട്ടിയുണ്ടായിരുന്നു കേട്ടോ. കഷ്ടപ്പെട്ട് ഞാൻ തൊലിയൊക്കെ ചെത്തി ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റി അത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ കഷ്ണം ഉണ്ടായിരുന്നു. അതിന് മാത്രം ഞാൻ ചെറുതാക്കി പീസാക്കി കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് പുഴുങ്ങാറുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ പുഴുങ്ങാന്ന് കമൻറ്റ് പറയണം. കട്ട് ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ ബൗളിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കപ്പൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. കഴുകി സെറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് കുക്കറിൽ മാറ്റിയിട്ട് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും അത്യാവശ്യത്തോളം ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വലിയ പീസിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് വേവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു 5:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുളിച്ച് സെറ്റായി. തുടച്ച് എടുക്കുമ്പോൾ എപ്പോഴും നേരത്തെ കുളിക്കണതാണ്. പക്ഷേ ഞാൻ കാര്യങ്ങൾ ചെയ്തതിനിടയിൽ, നോട്ട്സ് ചെയ്തതിന് കംപ്ലീറ്റിനിടയിൽ ഞാൻ കുളിക്കാൻ മറന്നുപോയി. പിന്നെ പെട്ടെന്ന് സമയം കിട്ടപ്പോൾ കുളിച്ചതാണ്. പിന്നെ മഹരി ടൈമൊക്കെ ആയപ്പോൾ ഊതുപത്തൊക്കെ മേടിച്ച് സെറ്റ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് പ്രയർ ടൈം വരുന്ന ആ സമയത്ത് നിസ്കാരം ഓതലൊക്കെ കഴിഞ്ഞ ശേഷം നല്ല വിശന്നു. അപ്പോൾ ഞാൻ കപ്പ എടുത്ത് കഴിച്ചു. കപ്പ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ രാത്രി ഞാൻ പറഞ്ഞല്ലോ ഫുൾ ടൈം നോട്ട്സ് ചെയ്തൊന്നും തിരക്കിലായിരുന്നു. അപ്പോൾ രാത്രി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് അനാറും വെള്ളവും ഒക്കെ കുടിച്ചിട്ടായിരുന്നത്. ഞാൻ നാഷ്ടമൊന്നും കഴിക്കാൻ സമയം കിട്ടില്ല എന്നല്ല, എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇന്നൊന്ന് ഹെൽത്തി ആവട്ടെ വേണ്ടി ഞാൻ അനാറാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അനാറ് കഴിക്കാറില്ല, പക്ഷെ ഞാൻ ഇന്നെപ്പോഴും കഴിച്ചു. പിന്നെ നോട്ട്സ് കുറച്ചും കൂടി എഴുതി തീർക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എഴുതി തീർത്തു കേട്ടോ. കുറച്ചും കൂടി ഉള്ളൂ, ഒരു ടോപ്പിക്കും കൂടി കഴിഞ്ഞാൽ നോട്ട്സ് തീരും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ഗായ്സ്.